ഹലോ ഓൾ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി. നമുക്കറിയാം, ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് KWA ഓവർസിയർ ഗ്രേഡ് 1. സിവിലിനോടൊപ്പം തന്നെ മെക്കാനിക്കൽ സബ്ജക്റ്റുകളും ഒരുപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സിവിലിനും മെക്കാനിക്കലിനും കോമൺ ആയിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ് എൻജിനീയറിംഗ് മെക്കാനിക്സ്. ഓവർസിയർ ഗ്രേഡ് 1 തലത്തിൽ മെക്കാനിക്സിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതോടൊപ്പം ചില ടൈമിൽ പ്രോബ്ലംസും നമുക്ക് എക്സാമിന് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എൻജിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും സ്ഥിരമായി PSCക്ക് കണ്ടുവരുന്ന ഒരു 3 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത്തരം പ്രോബ്ലംസ് ഗ്രേഡ് 1 മാത്രമല്ല ഗ്രേഡ് 2 എക്സാംസിനും PSC ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the greatest and least resultant of two forces acting on a particular 35 kilonewton and 5 kilonewton. If 25 kilonewton is the magnitude of the resultant for the given forces P and Q, find the angle at which the forces are inclined to each other. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അതായത് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും 2 ഫോഴ്സുകളുണ്ട്. നമുക്കതിനെ P എന്നും Q എന്നും വിളിക്കാം. P, Q, അങ്ങനെ 2 ഫോഴ്സസുകളുണ്ട്. ഈ 2 ഫോഴ്സുകളിൽ നിന്നും ഇതെങ്ങനെ വേണമെങ്കിലും ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുകയായിരിക്കും തമ്മിൽ. അപ്പോൾ ഈ Pക്കും Qവിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം റിസൾട്ടൻ്റ് ആണ് 35 കിലോന്യൂട്ടൺ എന്നാണ് പറയുന്നത്. ഞാൻ അതിനെ Rmax എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. Rmax ആണ്, മാക്സിമം റിസൾട്ടൻ്റ് ആണ് 35 കിലോന്യൂട്ടൺ. അതുപോലെ തന്നെ ഈ 2 ഫോഴ്സസിൽ നിന്ന് കിട്ടാവുന്ന മിനിമം റിസൾട്ടൻ്റ് ആണ് 5 കിലോന്യൂട്ടൺ എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ. അത് ഞാൻ R മിനിമം എന്ന് കൊടുക്കുന്നു. R മിനിമം ആണ് 5 കിലോന്യൂട്ടൺ. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് റിസൾട്ടൻ്റ് 25 കിലോന്യൂട്ടൺ വരണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ Pക്കും Qവിനും ഇടയ്ക്കുള്ള ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എത്ര ആണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അതായത് R 25 കിലോന്യൂട്ടൺ ആവണമെങ്കിൽ തീറ്റയാണ് നമ്മൾ Pയുടെയും Qവിനെയും ഇടയ്ക്കുള്ള ആംഗിൾ എങ്കിൽ തീറ്റ എത്ര ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഇത് എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആണ് എന്നുള്ളതാണ്. പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസിൻ്റെ ആപ്ലിക്കേഷനാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. പാരലോഗ്രാം ലോ ശരിക്കും 2 ഫോഴ്സ് ഉള്ള സിസ്റ്റത്തിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പാരലോഗ്രാം ലോ ഉപയോഗിക്കുന്നത്. റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 ഫോഴ്സ് ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്താൽ അതേ സെയിം എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംഗിൾ ഫോഴ്സുകളെയാണ് നമ്മൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. P എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, എനിക്ക് Q എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഈ 2 ഫോഴ്സുകളും ഒരു തീറ്റ ആംഗിളിലാണ് ഇൻക്ലൈൻ ടു ഈച്ച് അതർ ആണ് എങ്കിൽ എനിക്കിതിനെ ഒരു പാരലോഗ്രാമായിട്ട് വരയ്ക്കാമല്ലോ. ഇവിടെയും ഞാൻ Q തന്നെ കൊടുത്തു, തീറ്റ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സുകളെ ഉപയോഗിച്ചൊരു പാരലോഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡയഗണലായിരിക്കും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. 2 ഫോഴ്സുകളെ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സുകളെ ഉപയോഗിച്ചൊരു പാരലോഗ്രാം വരച്ചാൽ അതിൻ്റെ ഡയഗണൽ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും നൽകുന്നു. ഇതാണ് പാരലോഗ്രാം ലോ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു മാത്തമാറ്റിക്കലായിട്ട് റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് P സ്ക്വയർ പ്ലസ് Q സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ, ഇങ്ങനെ ഒരു ഫോർമുല ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ റിസൾട്ടൻ്റ് Pയുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആൽഫ ആണ് എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു Q സൈൻ തീറ്റ ബൈ P പ്ലസ് Q കോസ് തീറ്റ. ഈ 2 ഫോർമുലയാണ് നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസിൽ നിന്ന് പഠിക്കാനുള്ളത്. ഈ 2 ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് എക്സാംസിന് വരാറുള്ളൂ. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ തന്നെ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ പ്രോബ്ലംസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ കറണ്ട് പ്രോബ്ലത്തിലോട്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം, എപ്പോഴാണ് 2 ഫോഴ്സസിനിടയ്ക്ക് മാക്സിമം റിസൾട്ടൻ്റ് ഉണ്ടാകുന്നതെന്നാണ്. റിസൾട്ടൻ്റ് മാക്സിമം ആവുന്നത് ഈ 2 ഫോഴ്സസും സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ
സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോഴാണ് റിസൾട്ടൻ്റ് മാക്സിമം ആവുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് മാക്സിമം എത്ര ആയിരിക്കുമെന്ന് നോക്കാം. ഇവിടെ ആംഗിൾ അപ്പോൾ തീറ്റ 0 അല്ലേ? അപ്പോൾ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ ഇട്ട് നോക്കാം. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos 0 എന്ന് കിട്ടും. തീറ്റയുടെ വാല്യൂ 0 ഇട്ടാൽ cos 0യുടെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq എന്ന് കിട്ടും. ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പ്ലെയിൻഡ് ഓപ്പൺ ചെയ്ത ഫോം അല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അതായത് ആൻസർ പി പ്ലസ് ക്യൂ എന്ന് കിട്ടും. അതായത് മാക്സിമം റിസൾട്ടൻ്റ് കിട്ടുമ്പോൾ രണ്ട് ഫോഴ്സസിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ 0 ആണ്. ആ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സസൂടെ സിമ്പിളായി ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രം ദ ഗിവൺ ഇക്വേഷൻ we can write R max is equal to P plus Q is equal to 35 kilonewton. ഇതുപോലെ തന്നെ ആർ മിനിമം റിസൾട്ടൻ്റ് മിനിമം ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ 180 ഡിഗ്രി ആവുമ്പോഴാണ് ആർ മിനിമം ആവുന്നത്. അതായത് സെയിം രണ്ട് ഫോഴ്സസിനും സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ റിസൾട്ടൻ്റ് നമുക്ക് നോക്കാം. റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos 180. cos 180യുടെ വാല്യൂ -1 ആണ്. സോ നമുക്ക് എഴുതാം പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq. അതായത് റൂട്ട് ഓഫ് പി മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പ്ലെയിൻഡ് ഫോമാണ്. അതിൽ നിന്ന് നമുക്ക് ആർ മിനിമം പി മൈനസ് ക്യൂ എന്ന് കിട്ടി. അപ്പോൾ ഏറ്റവും രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവയുടെ മിനിമം റിസൾട്ടൻ്റ് കിട്ടുന്നത് സെയിം ലൈൻ ഓഫ് ആക്ഷനിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കുമ്പോഴാണ് ഫോഴ്സസ്. അപ്പോൾ അവയുടെ ഡിഫറൻസ് എടുക്കുന്നതായിരിക്കും മിനിമം റിസൾട്ടൻ്റ്. ഓക്കെ, നമുക്ക് ഈ വാല്യൂ ചെയ്ത് നോക്കാം. ഈ വാല്യൂ പുട്ട് ചെയ്യാം. ആർ മിനിമം ഈസ് ഈക്വൽ ടു പി മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു 5 kilonewton. ഇതിൽ നിന്ന് എനിക്ക് പി ഈസ് ഈക്വൽ ടു 5 പ്ലസ് ക്യൂ എന്നെടുക്കാമല്ലോ. ഞാൻ ഇതിനെ എ എന്ന ഇക്വേഷൻ കൊടുത്താൽ എനിക്ക് ഈ എ ഇക്വേഷനെ ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ എനിക്ക് പിക്ക് പകരം 5 പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 35 kilonewton എന്ന് കിട്ടും. അതായത് 5 പ്ലസ് 2q ഈസ് ഈക്വൽ ടു 35 kilonewton. 2q ഈസ് ഈക്വൽ ടു 35 മൈനസ് 5 30 kilonewton implies q ഈസ് ഈക്വൽ ടു 30/2 15 kilonewton. അപ്പോൾ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടി 15 kilonewton. ഇനി നമുക്കറിയാം ഫ്രം ഇക്വേഷൻ എ പി ഈസ് ഈക്വൽ ടു 5 പ്ലസ് ക്യൂ അല്ലേ? ക്യൂവിൻ്റെ വാല്യൂ 15 ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് കിട്ടി പി ഈസ് ഈക്വൽ ടു 20 kilonewton. അപ്പോൾ നമുക്ക് പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിസൾട്ടൻ്റ് 25 ആവണമെങ്കിൽ പിയുടെയും ക്യൂവിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos തീറ്റ. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos തീറ്റ. ആറിൻ്റെ വാല്യൂ ഞാൻ പുട്ട് ചെയ്യാണ്. 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു പി 20 സ്ക്വയർ പ്ലസ് ക്യൂ 15 kilonewton അല്ലായിരുന്നു നമുക്ക് ആൻസർ കിട്ടിയേ. അപ്പോൾ 15 സ്ക്വയർ പ്ലസ് 2 × 20 × 15 × cos തീറ്റ. 25 സ്ക്വയറിൻ്റെ വാല്യൂ 625 ഈസ് ഈക്വൽ ടു 20 സ്ക്വയർ 400 പ്ലസ് 15 സ്ക്വയർ 225 പ്ലസ് 2 × 20 40 40 × 15 600 cos തീറ്റ. 400 പ്ലസ് 225 നമുക്ക് 625 പ്ലസ് 600 cos തീറ്റ എന്ന് കിട്ടും വാല്യൂ. അതായത് ഇതിന് എന്ത് മനസ്സിലാക്കാം? 600 cos തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ എന്തായാലും 600 0 ആവത്തില്ല. സോ cos തീറ്റ ഷുഡ് ബി 0. cos തീറ്റ 0 ആവണമെങ്കിൽ വാല്യൂ തീറ്റ ഓർ വാല്യൂ 90 ഡിഗ്രി അല്ലെങ്കിൽ 270 ഡിഗ്രി ആയിരിക്കണം.
ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ശരിക്കും ഓപ്ഷനിൽ അന്ന് 270 ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ ഇല്ലായിരുന്നു. സോ നമ്മുടെ ഫൈനൽ ആൻസർ തീറ്റ 90 ഡിഗ്രി കിട്ടി. ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. Two forces act at an angle 120 degree. If the greater force is 50 kilogram and their resultant is perpendicular to the smaller force. അപ്പോൾ ഇതും പാരലോഗ്രാം ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ പറയുന്നുണ്ട് 120 ഡിഗ്രി ആണ്. ഗ്രേറ്റർ ഫോഴ്സ് നമുക്കത് പി എന്ന് കൊടുക്കാം, 50 കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനൊരു പാരലോഗ്രാം വരയ്ക്കുന്നു, പി എടുക്കുന്നു, 120 ഡിഗ്രിയിൽ ഞാൻ ക്യൂ വരച്ചു, ദെൻ ഞാൻ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. സോ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഇത്. ഈ റിസൾട്ടൻ്റ് ക്യൂവുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 90 ഡിഗ്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മളുടെ പാരലോഗ്രാം ലോ അനുസരിച്ചുള്ള ആൽഫ എന്ന് പറയുന്നത് റിസൾട്ടൻറ്റും പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലേ. അതപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 120 മൈനസ് 90 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് ആർ അറിയില്ല, പക്ഷെ ആൽഫ അറിയാം, 30 ഡിഗ്രി. ഇനി നമുക്ക് അപ്പോൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. നമുക്ക് വാല്യൂ പുട്ട് ചെയ്ത് കൊടുക്കാം. ടാൻ 30 ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ 120 ബൈ പി പ്ലസ് ക്യൂ കോസ് 120. ഇനി നമുക്ക് സൈൻ 120യുടെ വാല്യൂ നോക്കാം. സൈൻ 120 എനിക്ക് സൈൻ 90 പ്ലസ് 30 എന്ന് എഴുതാമല്ലോ. സോ സൈനോ കോസോ കൂടെ 90 പ്ലസ് തീറ്റ വന്നു കഴിഞ്ഞാൽ സൈൻ ആണെങ്കിൽ നമ്മുടെ ആൻസറിൽ കോസ് ആയിരിക്കും, കോസ് ആണെങ്കിൽ ആൻസറിൽ സൈൻ ആയിരിക്കും. അപ്പോൾ സൈൻ 90 പ്ലസ് 30 കോസ് 30 ആയിരിക്കും. ഇനി സൈൻ 120 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻ്റ് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഓൾ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രൻ്റ് സൈൻ പോസിറ്റീവ്, തേർഡ് ക്വാഡ്രൻ്റ് ടാൻ പോസിറ്റീവ്, ഫോർത്ത് ക്വാഡ്രൻ്റ് കോസ് പോസിറ്റീവ് എന്നാണ്. അതുകൊണ്ട് തന്നെ സൈൻ 120 പോസിറ്റീവ് ആയിരിക്കും. സോ ആൻസർ കോസ് 30 ആയിരിക്കും. കോസ് 30യുടെ വാല്യൂ √3/2 ആണ്. ഇനി എനിക്ക് കോസ് 120 നോക്കാം. കോസ് 120 ഞാൻ സെയിം ആയിട്ട് കോസ് 90 പ്ലസ് 30 എന്ന് കൊടുത്തു. കോസ് 90 പ്ലസ് 30 ആകുമ്പോൾ സൈൻ 30, പക്ഷേ കോസ് 120 സെക്കൻഡ് ക്വാഡ്രൻ്റ് അല്ലേ. സോ എനിക്ക് മൈനസ് പുട്ട് ചെയ്യണം. സോ ആൻസർ വരുമ്പോൾ -1/2 എന്ന് കിട്ടും. ഇനി ഞാൻ ഈ രണ്ട് വാല്യൂസും ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. ക്യൂ √3/2 ബൈ പി പ്ലസ് ക്യൂ ഇൻറ്റു -1/2. അപ്പം എനിക്കെങ്ങനെ കിട്ടും? √3q ബൈ 2 ഇൻറ്റു പി മൈനസ് ക്യൂ ബൈ 2 എന്ന് കിട്ടും. ഇത് √3q ബൈ 2 ഇൻറ്റു 2p മൈനസ് ക്യൂ ബൈ 2 എന്ന് കിട്ടും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് √3q ബൈ 2p മൈനസ് ക്യൂ എന്ന് കിട്ടും. ഇനി എന്താണ് ടാൻ 30 അല്ലേ ഈ വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ളത്. സോ ഞാൻ എനിക്ക് എഴുതാം ടാൻ 30ക്കും വാല്യൂ പുട്ട് ചെയ്യാം. ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. സോ ഞാൻ എഴുതുകയാണ് 1/√3 ഈസ് ഈക്വൽ ടു √3q ബൈ 2p മൈനസ് ക്യൂ. ഇതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2p മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു 3q എന്ന് കിട്ടും. അതായത് 2p ഈസ് ഈക്വൽ ടു 4q, p ഈസ് ഈക്വൽ ടു 2q ഇംപ്ലൈസ് q ഈസ് ഈക്വൽ ടു p/2. പിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, 50 കിലോഗ്രാം ആണ്. 50/2 25 കിലോഗ്രാം. ഇവിടെ ശരിക്കും ഫോഴ്സ് ആണെങ്കിലും ആക്ച്വലി മാസിൻ്റെ യൂണിറ്റിലാണ്, നമുക്ക് കിലോഗ്രാമിലാണ് തന്നേക്കുന്നത്. പക്ഷേ ഓപ്ഷൻസും ആൻസറും കിലോഗ്രാമിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് അവിടെ കൺവേർട്ട് ചെയ്ത് ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അല്ലാത്തൊരു കേസിലാണെങ്കിൽ നമ്മൾ ഈ കിലോഗ്രാമിനെ ഇൻറ്റു 9.81 ചെയ്ത് ഫോഴ്സ് ആക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇഫ് ദ ടെൻഷൻ ഇൻ എ കേബിൾ സപ്പോർട്ടിങ് എ ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ്സ് ഈസ് twice the tension when the lift is moving downwards, the acceleration of the lift is. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഒരു ലിഫ്റ്റ് ഉണ്ട്, ആ ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ആ ലിഫ്റ്റ് സസ്പെൻഡ് ചെയ്തേക്കുന്ന ഒരു റോപ്പിലായിരിക്കുമല്ലോ, ആ റോപ്പിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്നത് താഴേക്ക് പോകുമ്പോൾ ഉള്ള ടെൻഷൻ്റെ ട്വൈസ് ആണ് എന്നാണ്, ഇരട്ടിയാണ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് കേസും ഒന്ന് ഫിഗർ വരച്ച് നോക്കാം.
ഞാൻ ലിഫ്റ്റിൻ്റെ മാസ് എം ആണെന്ന് കൊടുക്കുന്നു. സോ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നത് എം ജി ആണ്. മുകളിലേക്ക് ടെൻഷൻ, ഫസ്റ്റ് ടെൻഷൻ T1 ആണെന്ന് ഞാൻ കൊടുക്കുന്നു. ഈ കേസിൽ ആക്സിലറേഷൻ അപ്വേർഡ് ആണെന്നും ഞാൻ എടുക്കുന്നു. അപ്പം ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നിന്ന് എനിക്ക് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു എം എന്ന് എഴുതാമല്ലോ. സോ ഞാൻ മുകളിലേക്കുള്ള ഫോഴ്സ് പോസിറ്റീവായിട്ട് എടുത്താൽ T1 മൈനസ് എം ജി ഈസ് ഈക്വൽ ടു എം എ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കേസ് വരയ്ക്കാം. സെക്കൻഡ് കേസിലും വെയിറ്റ് താഴോട്ട് തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ടെൻഷൻ മുകളിലോട്ട് ഞാൻ T2 എന്നെടുത്തു. ഇവിടെ ആക്സിലറേഷൻ താഴേക്കല്ലേ. സോ ഞാൻ T2 മൈനസ് എം ജി ഈസ് ഈക്വൽ ടു, എനിക്ക് ആക്സിലറേഷൻ താഴേക്ക് ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് എനിക്ക് മൈനസ് എം എ എന്ന് വേണം കൊടുക്കാൻ സൈൻ കൺവെൻഷൻ വരുമ്പോൾ. സോ ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് T2 ഈസ് ഈക്വൽ ടു എം ജി മൈനസ് എം എ എന്നും അഥവാ എം ഇൻറ്റു ജി മൈനസ് എ എന്നും എടുക്കാമല്ലോ. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് T1 ഈസ് ഈക്വൽ ടു എം ജി പ്ലസ് എം എ അഥവാ എം ഇൻറ്റു ജി പ്ലസ് എ എന്നും എടുക്കാം. ഇനി നമ്മുടെ ഗിവൺ കണ്ടീഷൻ അനുസരിച്ച് എന്താണ്, T1 എന്ന് പറയുന്നത് 2T2 ആണെന്നല്ലേ പറയണത്. സോ ഞാൻ ഇവിടെ T1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2T2 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി ഞാൻ 1/2 ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ചെയ്താൽ T2/2 T2 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ ബൈ എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് കിട്ടില്ലേ. T2ഉം T2ഉം ക്യാൻസൽ ചെയ്തു പോകും, എമ്മും എമ്മും ക്യാൻസൽ ചെയ്തു പോകും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ജി പ്ലസ് എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ജി മൈനസ് എ എന്ന് കിട്ടും. ജി പ്ലസ് എ ഈസ് ഈക്വൽ ടു 2g മൈനസ് 2a, അതായത് 3a ഈസ് ഈക്വൽ ടു ജി എന്ന് കിട്ടും. ഇംപ്ലൈസ് a ഈസ് ഈക്വൽ ടു g/3 എന്ന് കിട്ടും. ഇത് ശരിക്കും ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനൂടെ അപ്ലൈ ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ മാത്രമേ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. പക്ഷേ എടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് സൈൻ കൺവെൻഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലേ. കാരണം സൈൻ കൺവെൻഷൻ തിരിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള വാല്യൂ ആൻസറിൽ കിട്ടണമെന്നില്ല. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. KW എക്സാംസിനൊക്കെ മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ വീഡിയോസിനായും PSC ടെക്നിക്കൽ എക്സാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സിനായും ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുക. കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനും കൂടുതൽ വിശദ വിവരങ്ങൾക്കുമായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ താങ്ക് യു.